എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡിലൂടെ കാണിക്കാൻ പോകുന്ന ഐറ്റം ഒരു ഡെസേർട്ടാണ്. നമ്മളിത് കോമൺ ആയിട്ട് നമ്മൾ നാട്ടിലൊന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പേര് ക്രിസ്മസ് യൂ ലോഗ് എന്നാണ്. അത് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഒരു 10 days സെലിബ്രേഷനിൽ നമ്മളിത് ഇടയ്ക്ക് വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അപ്പം യൂ ലോഗ് എന്ന് പറയാനായിട്ട് അതൊരു വുഡിൻ്റെ ഷേപ്പിലാണ് അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. വരുമ്പോൾ ഒരു വുഡിൻ്റെ ഒരു ബാർക്ക് ഓഫ് വുഡ് പോലെ തന്നെ അതിൻ്റെ അപ്പിയറൻസ് വരും. അപ്പം ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടു നോക്കുക. ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആദ്യം എടുക്കുന്നത്. അതിനാദ്യം 1/4 കപ്പ് ഫ്ലവർ എടുക്കുന്നത്. നമ്മൾ ഇത് സീവ് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ തന്നെ കോൺഫ്ലവർ ഒരു 2 tablespoon ഞാൻ സീവ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ആവശ്യത്തിന് സോൾട്ടും കൂടി നമ്മൾ ആഡ് ചെയ്യണം, ജസ്റ്റ് ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഒരു 2 tablespoon കൊക്കോ പൗഡറും കൂടി സീവ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് ജസ്റ്റ് നമ്മൾ സീവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഫോർക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി ഒരുമിച്ച് ബ്ലെൻഡായി കിട്ടാനായിട്ട്. ഇനി വേറൊരു ബൗളിൽ നമ്മളുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ 1/2 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 eggs നമ്മൾ റൂം ടെമ്പറേച്ചറിൽ തന്നെ എടുക്കണം. അത് വിസ്ക് ചെയ്യാനായിട്ടാണ്. അപ്പം അത് വിസ്ക് ചെയ്ത് നല്ലപോലെ ഫ്ലഫി ആക്കി അത് കൊണ്ടുവരണം. അപ്പം അതിൻ്റെ ഒരു റേസിങ് കൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഒരു കേക്കിൻ്റെ ആ ഒരു ഷീറ്റ് ചെറുതായിട്ട് അതിനൊരു ലൈറ്റ് എയറിങ് നമുക്ക് വരാൻ പോകുന്നത്. കാരണം ഇതിൽ ഈസ്റ്റോ ബേക്കിംഗ് സോഡ ഒന്നും ഇടുന്നില്ല. അപ്പം ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് റഫ്ലി ഒരു 5 minutes എങ്കിലും എടുക്കും. അപ്പം ഇതിങ്ങനെ ബീറ്റ് ചെയ്ത് നല്ല എയറി ആയിട്ട് കൊണ്ടുവരണം. റഫ്ലി ഈ ഒരു സ്റ്റേജിലേക്ക് വരെ എത്തണം. അപ്പോഴതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി വരുന്നത്. നമ്മൾ ഇതിലേക്ക് ഇനി ഒരു 1 teaspoon വാനില എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്യണം. പിന്നെ ഒരു 1/4 സിനമൺ പൗഡറും ഒരു 1/4 നട്ട്മേഗും കൂടി ആഡ് ചെയ്യാം. നമ്മൾ ഇനി വേണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട്. അത് കുറച്ചായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് ഒരു 8 ഡ്രോ ചെയ്യുന്ന പോലെ അതുപോലെ നമ്മൾ ആക്കിയെടുക്കണം. ഒരു ബീറ്റർ വെച്ചിട്ട് ഒരിക്കലും ചെയ്യരുത്, അല്ലെങ്കിൽ അത് വല്ലാതെ എയർ ബബിൾസ് അത് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് സ്ലോലി വേണം നമ്മളിത് മേർജ് ചെയ്ത് കൊണ്ടുവരാൻ. ഇതാണ് നമുക്ക് കിട്ടേണ്ട കൺസിസ്റ്റൻസി. നമ്മളിനി ഒരു റെക്റ്റാങ്കുലർ ട്രേ എടുക്കുക. അന്നേരം ഇത് ഞാൻ പാർച്ച്മെൻറ്റ് പേപ്പർ ഇട്ടിട്ട് ബട്ടർ ആൻഡ് ഫ്ലവർ ഇട്ട് ഡസ്റ്റ് ചെയ്തിരിക്കുക, അത് സ്റ്റിക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്കാണ് നമ്മുടെ കേക്ക് ബാറ്റർ പോർ ചെയ്യേണ്ടത്. നല്ല റിബൺ പോലത്തെ കൺസിസ്റ്റൻസി ആയിരിക്കണം കിട്ടേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്ന 400 degreeയിലാണ് ഒരു 10 minutes. നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ 6 minutes ഒരു 200-ലും പിന്നെ വേണമെങ്കിൽ ഒരു 1 or 2 minutes 230-ലും നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. അപ്പം ഇത് വളരെ ഫ്ലാറ്റാക്കി ഈവനാക്കി നമ്മൾ സ്പ്രെഡ് ഔട്ട് ചെയ്യുക. നമ്മുടെ ഇത് ലെവൽ ചെയ്ത് നമ്മുടെ സ്പാച്ചുല വെച്ച് തന്നെ ലെവൽ ചെയ്ത് കൊണ്ടുവരിക. ഇതിൻ്റെ എഡ്ജസ് നമ്മൾ പ്രിഫറബിളി തിന്നാക്കി കൊണ്ടുവരണം. ഇത് ബേക്ക് ചെയ്ത് കിട്ടേക്കുന്ന സ്റ്റേജ് തൊടുമ്പോൾ തന്നെ നല്ല സ്പോഞ്ച് പോലെ ഉണ്ട്. അപ്പം നമ്മൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഐസിങ് ഷുഗർ, നമ്മുടെ പൗഡേർഡ് ആയിട്ടുള്ള ഷുഗർ നമ്മളിതിലേക്കൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സീവ് ചെയ്തിടുക. ഇതിൻ്റെ മെയിൻ പേർപ്പസ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു ടവൽ, ഒരു ക്ലീൻ ടവൽ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഇത് റോൾ ചെയ്യാനുള്ളത്. അപ്പോൾ ടവലിലേക്ക് ഇത് സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഗർ ഡസ്റ്റ് ചെയ്യുന്നത്. ഇത് 2 സൈഡിലും നമ്മൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ കേക്ക് ഒരു വല്ലാതെ ഡിഫോംഡ് ആയിട്ടുള്ള ഒരു ഷേപ്പിൽ വരും. അപ്പം കഴിയുന്നതും അതിൻ്റെ ഒരു റോളിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈവനായിട്ട് നേരം സ്പ്രെഡ് ഔട്ട് ചെയ്തിങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഇതുപോലൊരു ടവൽ നമ്മളൊരു വയറിംഗ് റാക്കിൻ്റെ മുകളിൽ വെച്ചിട്ട്, ഇപ്പോഴും ഇതിനൊരു ചെറിയ ചൂട് കാണും. അപ്പം ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ട്രേ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കുക പെട്ടെന്ന്. അപ്പോൾ ട്രേ ഇങ്ങനെ ലൂസായിട്ട് വരും, കാരണം നമ്മളത് ഓൾറെഡി ഗ്രീസ് ചെയ്തിരുന്നു. ഇതുപോലെ വരും. പാർച്ച്മെൻറ്റ് പേപ്പർ ഇങ്ങനെ സ്ലോലി അത് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ സൈഡും കൂടി ഇതുപോലെ ഡസ്റ്റ് ചെയ്തെടുക്കുക. നമ്മൾ കേക്കിൻ്റെ എൻഡ് ടവൽ വെച്ചിട്ട് ഇതുപോലെ പെതുക്കെ റോൾ ചെയ്തെടുക്കുക, ജെൻറ്റലായിട്ട് റോൾ ചെയ്യുക. എന്നിട്ട് നമ്മളിത് കൂൾ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. ഇത് കൂൾ ഓഫ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മളിതുപോലെ അൺറാപ്പ് ചെയ്യുക. അൺറാപ്പ് ചെയ്യുമ്പോൾ ചെറിയ നമുക്ക് ക്രാക്സൊക്കെ ഇതുപോലെ കാണാം. അത് കുഴപ്പമില്ല, കാരണം നമ്മളിതിൻ്റെ ഉള്ളിൽ ബട്ടർ ക്രീം ഫ്രോസ്റ്റിങ് നമ്മൾ ഓൾറെഡി വെക്കാനാണ്.
അപ്പം അതുകൊണ്ട് ഇതൊക്കെ കവേർഡായി പോകും. അതുകൊണ്ട് അത് പ്രശ്നമില്ല. ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ജർമ്മൻ ചോക്ലേറ്റ് കേക്കിൻ്റെ എപ്പിസോഡിൽ. നമ്മൾ ഒരു 3:1 റേഷ്യോ എടുക്കുകയാണെങ്കിൽ കൂടുതൽ വിപ്പ് ക്രീമും പിന്നെ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ഡാർക്ക് ചോക്ലേറ്റും കൂടി നമ്മൾ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളിത് കംപ്ലീറ്റ്ലി സ്പ്രെഡ് ഔട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ എഡ്ജസ് ഒരുപാട് അങ്ങ് ഫില്ല് ചെയ്യേണ്ട, കാരണം റോൾ ചെയ്യുമ്പം കുറച്ച് പാർട്ട് അതിൽ തന്നെ പുറത്തേക്ക് വരും. അപ്പം മെയിനായിട്ടും ഇതിൻ്റെ മിഡിലും അതിൻ്റെ എഡ്ജസ് വളരെ ലൈറ്റായിട്ട് തന്നെ കൊടുക്കുക. അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് അത് ഈവനായിട്ട് എടുത്തിട്ട് വേണം നമുക്ക് റോൾ ചെയ്യാനായിട്ട്. ഇനി ഈ കേക്ക് നമുക്ക് ജെൻറ്റിലായിട്ട് വേണം റോൾ ചെയ്യാനായിട്ട്. അതിന് നമുക്ക് ഈ ടവലിൻ്റെ സപ്പോർട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് ജെൻറ്റിലായിട്ട് റോൾ ചെയ്തെടുക്കാം. ഇതിൻ്റെ മേളിൽ നമ്മൾ ഗനാഷ് ഇട്ട് നമ്മൾ കവർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് റാപ്പ് ഇട്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് ഒരു 2 hours എങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ആ ഷേപ്പ് ഒന്ന് ഫോം ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന ചോക്ലേറ്റ് ഗനാഷ് ഇത് ഡാർക്ക് ചോക്ലേറ്റും വിപ്പ് ക്രീമും കൂടിയാണ്. അതിൻ്റെ റേഷ്യോ ഡാർക്ക് ചോക്ലേറ്റ് ആയിരിക്കണം കൂടുതൽ. ഡാർക്ക് ചോക്ലേറ്റ് ഒരു 3:1 ആക്കി എടുക്കണം. ഡാർക്ക് ചോക്ലേറ്റ് മോർ ഇൻ ക്വാണ്ടിറ്റി. അപ്പോൾ ട്രീയുടെ ഒരു ബാക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. സൂക്ഷിച്ച് വളരെ കെയർഫുള്ളായിട്ട് ഒരു സ്ലാൻഡിങ് കട്ട് നമ്മൾ മേളിൽ നിന്ന് എടുക്കുക. അടിയിൽ ഇതുപോലെ റാപ്പൊക്കെ ഇടുകയാണെങ്കിൽ ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. ഞാൻ ആ ഗനാഷ് വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ അത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി ആ ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ മേളിൽ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്പ്രെഡ് ചെയ്യുമ്പം ഒരുപാട് ഈവൻ ആകണമെന്ന് ഒട്ടും നമുക്ക് നെസസറി അല്ല. അതിൻ്റെ റീസൺ കുറച്ച് നമ്മൾ ഈ ഒരുപാട് ഈവൻ ആകാതിരിക്കുന്നതാണ് അതിൻ്റെ ഒരു നാച്ചുറലായിട്ടുള്ളൊരു ഭംഗി അതിനകത്ത് വരുന്നത്. അപ്പം നമ്മളിതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം ഇതിൻ്റെ മേലെ കൂടി നമുക്ക് ബാക്സിൻ്റെ ആ ഒരു കറക്റ്റ് ഒരു ഫോർമേഷൻ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഫോർക്ക് വെച്ചിട്ട്. നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഗസ്റ്റൊക്കെ വരുന്നതിന് കുറച്ച് മുന്നേ ഒരു 5-10 minutes മുന്നേ പുറത്തേക്ക് വെച്ചാൽ മതി. അപ്പോൾ അത് കട്ട് ചെയ്യാനായിട്ട് പെർഫെക്റ്റ് ആയിരിക്കും. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒന്ന് 1/2 hour സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഫോർക്കിട്ട് ജസ്റ്റ് ഇതിൻ്റെ മേളിലൊന്ന് ഡിസൈൻ കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ ക്രിസ്മസ് യൂൾ ലോഗ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് എല്ലാവരും കണ്ടില്ലേ. അപ്പോൾ യൂഷ്വലി ഇത് കുക്കിംഗ് സ്റ്റുഡൻസിനൊക്കെ അവർക്ക് ഡെസേർട്ടിൻ്റെ ഐറ്റം പഠിപ്പിക്കുമ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ഐറ്റം ഒക്കെയാണ് അവർ ട്രെയിൻ ചെയ്തെടുക്കുന്നത് വെസ്റ്റേൺ സ്കൂൾസിലൊക്കെ. അപ്പം ഇതൊരു മേജർ ഒരു ഹിറ്റാണ് യൂഷ്വലി ഫാമിലീസിൻ്റെ ഇടയിൽ. വിൻ്റർ ഒരുപാടുള്ള സ്ഥലത്ത് അവർ പണ്ടൊക്കെ വുഡ് ലോഗ്സ് അത് ബേൺ ചെയ്ത് ഒരു ഫേർണസ് പോലെ അങ്ങനെ ആക്കിയെടുക്കുക, ഒരു വിൻ്ററിനെ ഒന്ന് പാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായിരുന്നു അതിൻ്റെ ഒരു മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മെമ്മറിയിൽ അവർ ഈ ക്രിസ്മസ് യൂൾ ലോഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ 10 days ക്രിസ്മസ് ടു ന്യൂ ഇയർ സെലിബ്രേഷൻ വരെ അതിൻ്റെ ഇടയിൽ പലപ്പോഴായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഡെസേർട്ട്സിൽ ഒരു വൺ ഓഫ് ദ മേജർ ഡെസേർട്ട്സ് ആണ് ഇത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു. വിഷിങ് യു ഓൾ എ വെരി ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ. താങ്ക് യു.